വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഹാസ് മെമ്മറി. അതായത് നമുക്ക് മെമ്മറി വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രീവിയസ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് ഔട്ട്പുട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പാസ്റ്റ് ഇൻപുട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്താണ് ഒരു മെമ്മറി വേണം. സോ അല്ലാത്ത കേസിൽ നമുക്ക് എന്താണ് ഇപ്പോൾ പ്രസൻറ്റ് ഔട്ട്പുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് അവിടെ മെമ്മറിയുടെ ആവശ്യമില്ല, നമുക്കൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ അവിടെ. സോ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. സോ ഓപ്ഷൻ എ എടുക്കുമ്പോൾ y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആണല്ലേ. ദാറ്റ് ഈസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ഇവിടെ മെമ്മറിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി അടുത്ത് നോക്കുക, y ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് 2 ഇൻറ്റു എക്സ് ഓഫ് ടി. അത് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് ഓഫ് ടീനെ മാത്രമാണ് y ഓഫ് ടി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ y ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ അത് എക്സ് ഓഫ് 1നെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, y ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ അത് എക്സ് ഓഫ് 2നെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണ്ട, ഇവിടെ നമുക്കൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ അവിടെ നമുക്ക് മെമ്മറിയുടെ ആവശ്യം വരുന്നില്ല. ഇനി സി ഓപ്ഷൻ നോക്കുക, y ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് വി. അവിടെ നോക്കിയാൽ നമുക്ക് എന്താണ് y ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് 1നെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, y ഓഫ് 2 എക്സ് ഓഫ് 2നെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്കൊന്നിനെയും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണ്ട, മെമ്മറിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക, y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ y ഓഫ് 1 എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 0 അല്ലേ. അതായത് പ്രസന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസന്റ് ഇൻപുട്ടിനെയും അതുപോലെ തന്നെ പാസ്റ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് ഇൻപുട്ട് സ്റ്റോർ ചെയ്യേണ്ടത് നമുക്ക് അവിടെ, അപ്പോൾ അതിന് നമുക്ക് അവിടെ എന്താണ്, നമുക്ക് മെമ്മറി വേണം അല്ലേ. സോ നമുക്ക് മെമ്മറി വേണ്ടത് ഏതിലായിരിക്കും, നമ്മുടെ ഓപ്ഷൻ ഡിയിലായിരിക്കും. അപ്പോൾ മെമ്മറി വേണ്ടത് എപ്പോഴാണ്, നമുക്ക് പാസ്റ്റ് ഇൻപുട്ടിനെ ഒരു പ്രസന്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമുക്ക് മെമ്മറിയുടെ റിക്വയർമെന്റ് വേണ്ടത്. സോ അത് നമുക്ക് ഈ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ട്രയൽ ആൻഡ് എറർ വഴി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ഈസിലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Okay. Next question. A signal has a spectrum ranging from 0 to 15 kilohertz is to be sampled to be converted to discrete form. അതായത് നമ്മളിവിടെ സാമ്പിൾ ചെയ്യാണ് ചെയ്യുന്നത്. സാമ്പിൾ ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് 0 to 15 kilohertz ആണ് അതിൻ്റെ സ്പെക്ട്രം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതായത് 0 to 15 kilohertz ആണ് അതിൻ്റെ സ്പെക്ട്രം. അങ്ങനെയുള്ളൊരു സിഗ്നലിനെയാണ് നമുക്ക് എന്താ സാമ്പിൾ ചെയ്തിട്ട് നമുക്കൊരു എന്താണ് ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലായിട്ട് മാറ്റുന്നത്. സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ് പെർ സെക്കൻഡ് ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ ടു എൻഷുർ റിക്കവറി. അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ സാമ്പിൾ ചെയ്യുമ്പോൾ, അതായത് ഓരോ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ സാമ്പിൾ ചെയ്ത് ഇങ്ങനെ വാല്യൂസ് എടുക്കും. സോ അങ്ങനെ വാല്യൂസ് എടുക്കുമ്പം അതിൻ്റെ സാമ്പിളിംഗ്, അതായത് സാമ്പിളിംഗ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഷുഡ് ഒബേ സാമ്പിളിംഗ് തിയറം. സാമ്പിളിംഗ് തിയറം അത് ഒബേ ചെയ്തിരിക്കണം. സാമ്പിളിംഗ് തിയറം പറയുന്നത് എന്താണ്, സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എക്സ്. ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ ചെയ്യുന്ന ഏതാണ്, നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മുടെ എഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാമ്പിൾ ചെയ്യാൻ പോകുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് എഫ് എക്സ്. എഫ് എസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി, ഏത് റേറ്റിലാണ് നമ്മൾ അതിൻ്റെ സാമ്പിൾസ് എടുക്കേണ്ടത്, ആ സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ് എഫ് എസ്. സോ എഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ ചെയ്യുന്ന സിഗ്നലിൻ്റെ 2 times ഫ്രീക്വൻസിയോട് ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം സാമ്പിളിംഗ് ഫ്രീക്വൻസി, എങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ച് ആ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് സിഗ്നലിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ദ എഫക്റ്റീവ് റീപ്രൊഡക്ഷൻ ഓഫ് ദ ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് സിഗ്നൽ ഫ്രം ദ ഡിസ്ക്രീറ്റ് സിഗ്നൽ ദ സാമ്പിളിംഗ് ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് ഒബേ ദ സാമ്പിളിംഗ് തിയറം. സോ സാമ്പിളിംഗ് തിയറം എന്താണ് പറയുന്നത്, സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fx. മിനിമം എത്രയായിരിക്കണം, മിനിമം 2fx എങ്കിലും ആയിരിക്കണം. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ സാമ്പിളിംഗ് നമ്മൾ ചെയ്യുന്ന സിഗ്നലിൻ്റെ 2 times ഫ്രീക്വൻസിയുടെ അത്രയെങ്കിലും മിനിമം എന്ത് വരണം, സാമ്പിളിംഗ് ഫ്രീക്വൻസി വരണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരണം അല്ലേ. അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, 15 kilohertz ആണ് അല്ലേ. അപ്പോൾ 15 kilohertzന്റെ 2 times എന്ന് പറയുന്ന മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എത്രയായിരിക്കണം, അപ്പോൾ 15 into 2 അല്ലേ, ദാറ്റ് ഈസ് 30 kilohertz എങ്കിലും വരണം മിനിമം, എങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ച് ആ ഡിസ്ക്രീറ്റ് സിഗ്നലിൽ നിന്ന് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ കണ്ടിന്യൂസ് സിഗ്നലിനെ തിരിച്ച് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ ഈ പറഞ്ഞ പോലെ ഏലിയാസിങ് സംഭവിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 kilohertz ആയിരിക്കണം അല്ലേ. മിനിമം ഫ്രീക്വൻസി 30 kilohertz, ദാറ്റ് ഈസ് 30,000 ഹെഡ്സ് അല്ല. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഫ്രീക്വൻസി പറയുന്നത് എന്താണ്, സാമ്പിൾസ് പെർ സെക്കൻഡ് ആണ് അല്ലേ. അതായത് ഒരു സെക്കൻഡിൽ എത്ര സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 30,000 samples per second എങ്കിലും മിനിമം വരണം. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഡിറ്റർമിൻ ദ ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ദ ഫോളോയിങ് സിഗ്നൽ വെയർ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 10 cos 0.2 pi n. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റാൻഡേർഡ് സിഗ്നലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ a ഇൻറ്റു കോസ് ഒമേഗ എൻ അല്ലേ, ഒമേഗ എന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒമേഗ 0, അതായത് നമ്മുടെ
സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.2 പൈ എന്ന് നമുക്ക് വരും അല്ലേ. ഇത് നമുക്ക് എന്നിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് പീരീഡ് എൻ എന്ന് പറയുന്നത് 2πm ഡിവൈഡഡ് ബൈ ω0 ആണ് അല്ലേ. ദാറ്റ് ഈസ് 2πm വാല്യൂ 1 2 അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലോ. സോ 2π ഇപ്പം m = 1 ആണെങ്കിൽ 2π ബൈ ω0 ദാറ്റ് ഈസ് 0.2π വരും. സോ 1/0.1 വരും. 1/0.1 വരുമ്പോൾ നമുക്ക് എത്ര വരും? 10 എന്ന് വരും അല്ലേ. ഒന്നുമില്ല, അതായത് 2πm ബൈ ω0 ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനകത്ത് കേട്ടോ. ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 10 എന്ന് വരും. സോ നമുക്ക് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ എ 10 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ട്രാൻസ്ഫോം ഓഫ് x of n is equal to g of n into x of n. Which of the following is correct for the system? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് g of n into x of n ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക, നോൺ ലീനിയർ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ g of n into x of n അതിൻ്റെ പ്രൊഡക്റ്റിനെ മാത്രമാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് g of n into x of n ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇപ്പം നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇപ്പോൾ അവിടെ ഒരു സ്ക്വയർ ടേമോ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യൂബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താണ് പറയുള്ളൂ? സിസ്റ്റം നോൺ ലീനിയർ ആണെന്ന് പറയുള്ളൂ. ഇതിപ്പോൾ ഡയറക്റ്റ് g of n into x of n അതിൻ്റെ പ്രൊഡക്റ്റിനെ മാത്രമേ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും? ഒരു ലീനിയർ സിസ്റ്റം ആയിരിക്കും. അത് ഒരിക്കലും നോൺ ലീനിയർ ആവില്ല. സോ നമ്മുടെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഫോൾസ് ആണ് അല്ലേ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക, ടൈം ഇൻവേരിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ജി ഓഫ് എൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ടേംസ് ഓഫ് എൻ, എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിനനുസരിച്ച് ജി ഓഫ് എന്നിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ടെന്നല്ലേ ജി ഓഫ് എൻ എന്ന മീനിങ്. അതുപോലെ തന്നെ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാലോ ഇൻ ടേംസ് ഓഫ് എൻ ആണല്ലോ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ജി ഓഫ് എന്നിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ടൈം വേരിയൻ്റ് ആണ്. അതൊരിക്കലും ടൈം ഇൻവേരിയൻ്റ് അല്ല. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കുക, ജി ഓഫ് എൻ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഇസിക്കൽ ജി ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ. മെമ്മറി വേണോ എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ മെമ്മറി നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മളിപ്പം എക്സ് ഓഫ് 0 എടുക്കുക. അതായത് എക്സ് ഓഫ് 0 എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ജി ഓഫ് 0 ഇൻറ്റു എക്സ് ഓഫ് 0 ആണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ് ഓഫ് 1ൻ്റെ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് ജി ഓഫ് 1 ഇൻറ്റു എക്സ് ഓഫ് 1 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ്? പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് മെമ്മറി വേണോ? മെമ്മറി വേണ്ട. അപ്പോൾ മെമ്മറി ലെസ് സിസ്റ്റം ആണ്. അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോൺ കോസൽ ആണ് അല്ലേ. നോൺ കോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ വാല്യൂ അതായത് n ലെസ് ദാൻ 0യിൽ അതിന് സാമ്പിൾസ് ഇല്ല, അല്ലെങ്കിൽ n ലെസ് ദാൻ 0യിൽ അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ഇതൊരു കോസൽ സിസ്റ്റം. ഒരു ഈ പറഞ്ഞ പോലെ അതെന്താണ്? ഒരു നോൺ കോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് റോങ് ആയിരിക്കില്ല, കാരണം ജി ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ ആണ്. അപ്പോൾ എന്നിന് n ലെസ് ദാൻ 0യിൽ എന്താണ്? നമുക്ക് സാമ്പിൾസ് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ്? നോൺ കോസൽ എന്ന് പറയുന്ന റോങ് ആൻസർ ആയിട്ട് വരും. സോ മെമ്മറി ലെസ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. കാരണം ഇതെന്താണ്? ഒരു കോസൽ സിസ്റ്റം ആയിട്ടാണ് വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെക്ക് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം. എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0.5 റേസ് ടു mod n. ഓക്കെ, നമ്മളോട് സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് നിങ്ങളെ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിൻ്റെ ഗ്രാഫ് എന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയുന്നത് എന്താണ്? ജനറലി നമ്മൾ പറയുമ്പം സിഗ്മ n ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എച്ച് ഓഫ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? നമ്മൾ സ്റ്റേബിൾ എന്ന് പറയും അല്ലേ. അത് ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ -∞ ടു ഇൻഫിനിറ്റി നമ്മൾ സം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് വാല്യൂ ഒരു ഇൻഫിനിറ്റിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് അതിനെ സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ആ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിൻ്റെ മാപ്പ് ഒന്ന് നമുക്ക് വരച്ച് നോക്കാം അല്ലേ. ഇവിടെ നമുക്കറിയാം ഇവിടെ എടുക്കുമ്പം എച്ച് ഓഫ് എൻ ഇസിക്കൽ 0.5 റേസ് ടു n ആണ് അല്ലേ, റേസ് ടു mod n ആണ്. അപ്പോൾ mod n എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും ഈ ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവും അല്ലേ. പക്ഷെ നമ്മളൊരു കോസൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മളോട് കോസലും സ്റ്റെബിലിറ്റിയാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n ലെസ് ദാൻ 0യിൽ എച്ച് ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ കോസൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ എടുത്ത് നോക്കിയേ, n ഈസ് ഈക്വൽ ടു 0. n ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 0 1 2 3
രണ്ട് സൈഡിലും. ഓക്കെ, നമുക്ക് ഒന്നോടെ വരയ്ക്കാം. ദിസ് ഈസ് 0 1 2 -2 -1. സോ നിങ്ങൾ ഫസ്റ്റ് n = 0 എടുക്കുക. n = 0 എടുക്കുമ്പോൾ 0.5 അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ കിട്ടും. അതുപോലെ തന്നെ 0.5 എന്ന് പറയുമ്പോൾ 0.5 വരും. അതുപോലെ തന്നെ 0.5 -1 എന്ന് പറയുമ്പോൾ അഗെയിൻ നമുക്ക് 0.5 വരും. ദെൻ 2 0.5 സ്ക്വയർ എന്ന് പറയില്ലേ, 0.5 സ്ക്വയർ വരുമ്പോൾ നമുക്ക് 0.25 വരും. ഇവിടെ വരുമ്പോൾ അഗെയിൻ നമുക്ക് 0.25 വരും. സോ ഇങ്ങനെ നമ്മൾ എന്നിൻ്റെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോറും ആ n പ്രോഗ്രസസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് അല്ലേ. സോ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമായിരുന്നു പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സമ്മേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അല്ലെങ്കിൽ <0 ഒരു വാല്യൂ അല്ലെങ്കിൽ ∞ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അല്ലെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട്ലി സമ്മബിൾ ആണ്. കാരണം എന്താണ്, ആസ് ടൈം പ്രോഗ്രസസ് അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് n ഇൻക്രീസസ് നമുക്കറിയാം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്. സോ അബ്സല്യൂട്ട്ലി സമ്മബിൾ ആണ്. സമ്മബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, കോസൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കോസൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം h(n)ന്റെ വാല്യൂ n<0 0 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് കോസൽ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇവിടെ ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് സൈഡിലും ഉണ്ട് നെഗറ്റീവ് സൈഡിലും ഉണ്ട് അല്ലേ. സോ n<0 h(n)ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. കാരണം നമുക്ക് സെയിം വാല്യൂസ് തന്നെ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈഡിലോട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. പോസിറ്റീവ് സൈഡിൽ മാത്രം വാല്യൂസ് ഉണ്ടെങ്കിലാണെങ്കിൽ എന്താണ്, അതൊരു കോസൽ സിസ്റ്റം ആവുള്ളൂ, അല്ലെങ്കിൽ അതെന്തായിരിക്കും, നോൺ കോസൽ ആയിരിക്കും. സോ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ കോസൽ സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും അല്ലേ. അപ്പോൾ നോൺ കോസൽ ആൻഡ് ബിബോൾ സ്റ്റേബിൾ, ഓപ്ഷൻ എ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്.